മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. സമസ്ത മുഷാവറയിൽ പൊട്ടിത്തെറി. ഉമർ ഫൈസി മുക്കത്തെ ചൊല്ലിയുള്ള ചർച്ചയ്ക്കിടെ നേതാക്കൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ചർച്ചയിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിർദ്ദേശം ഉമർ ഫൈസി തള്ളി. കള്ളന്മാർ പറയുന്നത് കേൾക്കാനില്ലെന്ന് ഉമർ ഫൈസി പറഞ്ഞതോടെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മുഷാവറ ചേരാനാണ് തീരുമാനം. അതേസമയം ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന വാർത്ത സമസ്ത നിഷേധിച്ചു. വി എസ് രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം. വി എസ് രഞ്ജിത്ത്, തർക്കം തീർക്കാൻ ചേർന്ന യോഗത്തിലും തർക്കമായോ? സുജയ, തർക്കങ്ങൾ പരിഹരിക്കാനും തർക്കങ്ങളിൽ തീരുമാനമുണ്ടാക്കാനുമായിരുന്നു യോഗം ചേർന്നത്. എന്നാൽ ഈ തർക്ക വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമർ ഫൈസി മുക്കത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. ഉമർ ഫൈസി മുക്കം ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് തർക്കം രൂക്ഷമായത്. അതായത് ഉമർ ഫൈസി മുക്കത്തിനെതിരായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യാനെടുത്തപ്പോൾ ഉമർ ഫൈസിയോട് മാറി നിൽക്കാൻ വേണ്ടി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിമർശനങ്ങൾ നടക്കുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം മുഷാവറയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്വീകരിച്ചു. എന്നാൽ ഈ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഉമർ ഫൈസി മുക്കം തയ്യാറായില്ല. അദ്ദേഹം കള്ളന്മാർ എന്നൊരു പ്രയോഗമാണ് മറ്റുള്ളവർക്കെതിരെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രയോഗത്തിൽ ശുഭിതനായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സമസ്തയുടെ നേതൃത്വം ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകുന്നുണ്ട്. അത്തരത്തിലൊരു തർക്കം നടന്നിട്ടില്ല, അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ള ഒരു നിഷേധക്കുറിപ്പ് ഇപ്പോൾ സമസ്തയുടെ നേതൃത്വം നൽകുന്നുണ്ട്. ഏതായാലും ഈ യോഗത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഈ തർക്ക വിഷയങ്ങൾ മുഴുവൻ മാറ്റിവെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ നേരിട്ട് ഈ യോഗത്തിന് ശേഷം പറഞ്ഞത് ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ ചർച്ച നടന്നിട്ടില്ല. മറ്റൊരു ദിവസം 10-12 ദിവസത്തിനുള്ളൊരു യോഗം പ്രത്യേകമായ മുഷാവറ വിളിച്ചു ചേർക്കും. ആ മുഷാവറ യോഗത്തിൽ തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ്. അതിൻ്റെ അർത്ഥം ഇന്നത്തെ യോഗത്തിൽ ഒരു വിഷയം പോലും ചർച്ച ചെയ്യാനുള്ള സൗകര്യമോ സാവകാശമോ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാത്തതിൻ്റെ കാരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഉമർ ഫൈസി മുക്കം യോഗത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചതോടുകൂടിയാണ് തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പോയത്.